അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഉപരോധത്തെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം അത് വലിയ രീതിയിൽ തടസ്സപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ തന്നെ നിരവധി കപ്പലുകൾ പുറത്തു നിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇറാനെതിരായുള്ള സൈനിക നടപടികളുടെ ഭാഗമായി തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പ്രഖ്യാപിച്ച ഈ വിലക്ക് ആഗോള എണ്ണ വിപണിയെയും അതേപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയെ പോലും വലിയ ആശങ്കയിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. നിലവിൽ മേഖലയിൽ കപ്പൽ ഗതാഗതം വളരെ കുറവാണ് എന്നും US സേന കർശനമായ പരിശോധനയും അതുപോലെ നിയന്ത്രണങ്ങളും തുടരുകയാണ് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായി തന്നെ വിലയിരുത്തുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഈ ഒരു ഉപരോധം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ കൂടുതലായി തന്നെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. US-ഉം ഇറാനും തമ്മിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന സമാധാന ചർച്ചകൾ അത് കൂടുതൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇറാൻ വഴി കടന്നുപോയിരിക്കുന്നത് ഒരു ചൈനീസ് ഉടമസ്ഥതയിലുള്ള കപ്പൽ മാത്രമാണ്. ഈ ടാങ്കർ ആകട്ടെ അതുൾപ്പെടെ നിരവധി കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കാനാകാതെ തന്നെ വലിയ രീതിയിൽ, അതായത് ആദ്യം ഒരു കപ്പൽ പോവുകയും പിന്നീട് ചൈനയുടെ അടക്കം കപ്പലുകൾ അവിടെ നിന്നും യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ തന്നെ പിന്തിരിയേണ്ടി വന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഉപരോധം നിലവിൽ വന്ന ആദ്യ ദിനമായ ചൊവ്വാഴ്ച ഈ ജലപാത മുറിച്ചു കടക്കാൻ ശ്രമിച്ച 8 കപ്പലുകളിൽ ഒന്നായിരുന്നു ചൈനീസ് ഉടമസ്ഥതയിലുള്ള US ഉപരോധം നേരിടുന്ന ടാങ്കറായ റിച്ച് സ്റ്റാറ്റി. അതേപോലെ തന്നെ ഒമാൻ ഉൾക്കടലിലെ ഇറാനിയൻ തുറമുഖമായ ചബഹാറിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് 2 ഓയിൽ ടാങ്കുകളെയും US ആകട്ടെ അവിടെ തടഞ്ഞു വെച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ രീതിയിൽ, അതായത് ഈ ഒരു സമുദ്രപാതയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ US-ഉം ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ US പ്രധാനമായും ഈ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തതും. ഉപരോധത്തിന്റെ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു കപ്പലിനെയും US തടസ്സം മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും US സേനയുടെ നിർദ്ദേശപ്രകാരം 6 കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോയെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇറാനുമായുള്ള ഇടപാടുകൾ കാരണം ഈ ഒരു കപ്പലാകട്ടെ അതിന്റെ ഉടമസ്ഥരായ ഷാങ്ഹായ് എന്ന ഷിപ്പിംഗ് കമ്പനിയെയും അത് വലിയ രീതിയിൽ ബാധിക്കുകയും നേരത്തെ തന്നെ US ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ വലിയ രീതിയിലുള്ള ഒരു തുറമുഖത്തേക്ക് നിന്ന് കയറ്റിയ ഏകദേശം 2,50,000 ബാരൽ മെഥനോൾ ആണ് ഈ ഒരു ടാങ്കിനകത്തുള്ളത്. അതേസമയം US ഉപരോധത്തിനുള്ള മറ്റൊരു കൂറ്റൻ ടാങ്കായ അലീഷ്യ കഴിഞ്ഞ ദിവസം കടലിടുക്ക് വഴി ഗൾഫിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. 20 ലക്ഷം ബാരൽ എണ്ണയാകട്ടെ അത് വഹിക്കാൻ ശേഷിയുള്ള ഈ ഒഴിഞ്ഞ കപ്പൽ ഇറാഖിൽ നിന്ന് ചരക്ക് കയറ്റാനാണ് പോകുന്നത്. US ഉപരോധം നിലനിൽക്കുന്ന കപ്പലാണെങ്കിൽ പോലും ഇറാഖിലേക്ക് പോകുന്നതിനായിട്ടാണ് കപ്പൽ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതും. ഇറാൻ തുറമുഖത്തേക്കല്ല ഇത് എത്തുന്നുള്ളത് കൊണ്ട് തന്നെ ഈ കപ്പലിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരില്ല എന്നതാണ് പ്രതീക്ഷ. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ US-ഉം ഇസ്രായേലും യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ പ്രതിദിനം ഏകദേശം 130-ലധികം കപ്പൽ ഈ വഴി കടന്നു പോയിട്ടുണ്ട് എന്നതാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.